എത്തിക്കൽ ഹാക്കിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിലോട്ടോ എങ്ങനെ നമുക്ക് ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കാലീനസ് മെഷീനകത്തിന്നോ അല്ലെങ്കിൽ പാരറ്റോയ്സിനകത്തിന്നോ അല്ലെങ്കിൽ ടെർമസിനകത്തിന്നോ ഒക്കെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാം മറ്റൊരു ഡിവൈസിലോട്ട്, അല്ലെങ്കിൽ ഫയലിനെ എങ്ങനെ ഷെയർ ചെയ്യാം മറ്റൊരു ഡിവൈസിലോട്ട്. അതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏത് ഡയറക്ടറിക്കുള്ളിലെ ഫയലാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആ ഒരു ഡയറക്ടറി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം ഐ പി കോസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ടറി റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ ടെർമിനൽ ഹിയർ എന്ന്. അപ്പൊ അത് കൊടുക്കുമ്പോൾ ആ ഒരു പാത്തിൽ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, നമ്മളിപ്പം അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്റ്റ് അല്ല ടെർമിനൽ യൂസ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആ ഒരു ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് പോകണം. അപ്പൊ ആ ഒരു ഡയറക്ടറി എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിനകത്താണ്. ഓക്കെ, നമുക്ക് ഷെയർ ചെയ്യേണ്ട ഫയൽസ് ഉള്ള ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പിനുള്ളിലാണ്. അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ട് പോയി ഇനി എൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഐ പി കോസ്റ്റ് എന്ന് പറഞ്ഞ ഡയറക്ടറി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ ഒരു ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് പോകണം. അതിനുവേണ്ടി സി ഡി ഐ പി കോസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഡയറക്ടറിക്കുള്ളിലെ ഫയൽസ് ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഡയറക്ടറിക്കുള്ളിലെ ഫയൽസ് ആണ് നമുക്ക് മറ്റൊരു നെറ്റ്വർക്കിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നെറ്റ്വർക്കിലുള്ള ഡിവൈസിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് പൈത്തൺ സെർവർ റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങൾ ടെർമസിനകത്താണെങ്കിൽ നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫയലിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് പൈത്തൺ സെർവർ റൺ ചെയ്യണം. അതിനുവേണ്ടി പൈത്തൺ 3 എന്ന് കൊടുക്കുക. പൈത്തൺ 3 -m കൊടുക്കുക. -m കൊടുത്തിട്ട് http.server എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സെർവർ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഇവിടെ വന്നിട്ടുണ്ട്. കോളം വന്നിട്ട് 2/ ഈ ഒരു 4 സീറോയുടെ സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഇപ്പൊ ഞാൻ റൺ ചെയ്തിരിക്കുന്നത് കാലിനസ് മെഷീനകത്താണ്. അപ്പൊ ഒരു കാലിനസ് മെഷീന്റെ IP അഡ്രസ് ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു 000 എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നത്. എന്നിട്ട് കോളം കഴിഞ്ഞിട്ട് 8000 എന്ന് പറയുന്നത് ഈ ഒരു സെർവർ റൺ ചെയ്യുന്ന പോർട്ടാണ്. അപ്പൊ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഫയർഫോക്സിൽ പോവുക. ഫയർഫോക്സിൽ പോയിട്ട് നമ്മുടെ സ്വന്തം നെറ്റ്വർക്കിൽ കണക്റ്റഡ്, അതായത് ഇപ്പൊ എന്റെ വൈഫൈ നെറ്റ്വർക്കിൽ ഏതൊക്കെ ഡിവൈസ് കണക്ട് ആയിട്ടുണ്ടോ ആ ഒരു എല്ലാ ഡിവൈസിൽ നിന്നും നമുക്ക് ഈ ഒരു ഡയറക്ടറിക്കുള്ളിലെ ഫയൽസിനെ നമുക്ക് ആക്സസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ കാലിനസ് മെഷീന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 168.1.6 ആണ്. 1.6 അത് കഴിഞ്ഞിട്ട് കോളം കൊടുത്തിട്ട് 8000 എന്ന് പറഞ്ഞ പോർട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു IP കോസ് എന്ന് പറഞ്ഞ ഡയറക്ടറി ഇവിടെ വന്നിട്ടുണ്ട്. അതിനുള്ളിൽ മറ്റൊരു ഡയറക്ടറി ഉണ്ട്. താഴെ നിങ്ങൾക്ക് license.md ഫയൽ, readme.md ഫയൽ കാണാൻ പറ്റും. ഇവിടെ IP കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി കാണാൻ പറ്റും. അപ്പൊ അത് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ മറ്റൊരു നെറ്റ്വർക്കിലോട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിൽ ഉള്ള ഡിവൈസിലോട്ടല്ല മറ്റൊരു നെറ്റ്വർക്കിലുള്ള ഡിവൈസിലോട്ട് എങ്ങനെ ഷെയർ ചെയ്യാം, അതായത് നമ്മുടെ ഇന്റർനെറ്റിലോട്ട് എങ്ങനെ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് മറ്റൊരു നെറ്റ്വർക്കിൽ ഉള്ള ഒരാൾക്ക് നമുക്ക് എങ്ങനെ ഇത് ഷെയർ ചെയ്യാമെന്ന് ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സെർവർ റൺ ആവുന്നത് നമ്മുടെ കാലിനസ് മെഷീന്റെ IP അഡ്രസ് അതേപോലെ തന്നെ 8000 പോർട്ടിലാണ്. അപ്പൊ നമുക്ക് പോർട്ട് ഫോർവേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ SSH എന്ന് കൊടുക്കുക. ഓക്കെ, SSH -R കൊടുക്കുക, അതായത് റിമോട്ട് പോർട്ട് ഫോർവേഡിങ്. ഓക്കെ, അതിനെയാണ് -R യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ AT കൊടുക്കുക. AT എന്ന് പറയുന്നത് നമ്മൾ servier.net എന്ന് പറയുന്ന ഒരു പോർട്ട് ഫോർവേഡിങ് സർവീസിന്റെ പോർട്ടാണ്. ഓക്കെ, അപ്പം ആ ഒരു പോർട്ടാണ് AT എന്ന് പറയുന്നത്. അത് റൺ ചെയ്യുന്ന പോർട്ടാണ്. അപ്പൊ അത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത്, ഓക്കെ, AT കൊടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കാലിനസ് മെഷീന്റെ IP അഡ്രസ് 192.168.1.6. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെർവർ റൺ ചെയ്യുന്ന പോർട്ട്, പൈത്തൺ സെർവർ റൺ ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് 8000 ആണ്. 8000 കൊടുത്തിട്ട് നമ്മൾ servio.net എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു യെസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്കൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലിങ്ക് വെച്ചിട്ട് നമുക്ക് ഇന്റർനെറ്റ് വഴി നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഓക്കെ,
നമുക്കിത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഫയർഫോക്സിൽ പോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ സെയിം റിസൾട്ട് തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് മറ്റൊരു നെറ്റ്വർക്കിലുള്ള, അതായത് കുറച്ച് ദൂരെയുള്ള ഒരാൾക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്വന്തം നമ്മൾ വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ ജസ്റ്റ് നമ്മളൊരു പൈത്തൺ സെർവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് കണക്ട് ആയിട്ടുള്ള എല്ലാ ഡിവൈസിലേക്കും നമുക്ക് ഈ ഒരു IP അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ IP അഡ്രസും പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതേസമയം മറ്റൊരു നെറ്റ്വർക്കിലോട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പോർട്ട് ഫോർവേഡിങ് ചെയ്തപ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടി. ആ ഒരു ലിങ്ക് നമുക്ക് മറ്റൊരു നമുക്ക് ആർക്ക് വേണേലും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഫയൽ അവർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് IP ഹോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ടെർമിക്സിനകത്തും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മറ്റൊരു നെറ്റ്വർക്കിലുള്ള ഒരാൾക്കും സെൻഡ് ചെയ്യാം. മറ്റൊരു നെറ്റ്വർക്കിലുള്ളവർക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം നെറ്റ്വർക്ക് കണക്ട് ആയിട്ടുള്ള മറ്റ് ഡിവൈസിലോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു നെറ്റ്വർക്ക് കണക്ട് ആയിട്ടുള്ള ഡിവൈസിലോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ.